ഒരു കുട്ടിയെ പോലും ഈ മയക്കുമരുന്ന് ലോബിയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള പോരാട്ടമാണ് കോൺഗ്രസും ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു പറയേണ്ടതായിട്ടുള്ളത്. നമ്മുടെ സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളവും ഏറ്റവും വലിയ സോഫ്റ്റ് ടാർഗറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ. ഇതിനെതിരായിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുവെന്ന് അറിയാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ കൂടെയുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലും, ഒരു ചെറുപ്പക്കാരനെ പോലും ഈ മയക്കുമരുന്ന് ശൃംഖലയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ഉള്ള ബൃഹത്തായിട്ടുള്ള കർമ്മപരിപാടികൾ ആരംഭിച്ചാൽ അതിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മളെല്ലാം തയ്യാറാണ്. രാഷ്ട്രീയം മറന്നുകൊണ്ട് തയ്യാറാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയം മറക്കണം. കൊലപാതകവും കൂട്ടബലാത്സംഗവും അതുപോലെ അക്രമങ്ങളും നടത്തുന്ന സംഘങ്ങൾക്ക് വിളയാടാനുള്ള ഒരു പ്രദേശമായി കേരളത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി എല്ലാം ഉത്ഭവിക്കുന്നത് മയക്കുമരുന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയിടാനുള്ള ഏറ്റവും ശക്തമായ ഇച്ഛാശക്തിയുള്ള മനസ്സുമായി സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് എന്തു വന്നാലും ഈ വിപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതാണ് ക്വിറ്റ് ലെക്സ് എന്ന പേരിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ നടത്തുന്ന ഈ പോരാട്ടം. ഇത് വിജയത്തിലെത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഒന്നിച്ചു മുന്നോട്ട് പോകാം. ഇത് വെറും നടത്തമല്ല, ഇത് വെറും പ്രചരണമല്ല. നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും ഇനിഷ്യേറ്റീവുമായിരിക്കണം.